എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. അത് ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം. ചിങ്ങമാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് യാത്രാ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. യാത്ര പോകുമ്പോൾ ക്ലേശങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ചില നഷ്ടങ്ങളുണ്ടാകും. ദാമ്പത്യപരമായ കലഹങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ നേത്രരോഗം, ആയുധഭയം എന്നിവയുണ്ടാകും കന്നിമാസത്തിൽ. തുലാമാസത്തിൽ ഗുരുജന വിയോഗം ഉണ്ടാകും. ഗുരുജനങ്ങൾക്ക് വിയോഗം ഉണ്ടാവും. പുണ്യകർമ്മങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകാം. വൃശ്ചികത്തിൽ കർമ്മ പുരോഗതിയും മനസുഖവും കിട്ടും. വൃശ്ചിക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും. കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി കർമ്മ പുരോഗതിയിലേക്ക് വരും, മനസുഖവും കിട്ടും. ധനുമാസത്തിൽ ധനനേട്ടം, വിജയം, സന്താന ഗുണം എന്നിവ ഉണ്ടാവും. ധനുമാസത്തിൽ എന്തൊക്കെയാണ്? ധനനേട്ടങ്ങളുണ്ടാവും, വിജയങ്ങളുണ്ടാവും, സന്താന ഗുണവും ഉണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടം, ആരോഗ്യ പ്രശ്നം എന്നിവ വന്നുകൂടാം. കുംഭമാസത്തിൽ മനക്ലേശം, ആരോഗ്യക്ഷയം എന്നിവയും ഉണ്ടാകാം. മീനമാസത്തിൽ കുടുംബകലഹം ഉണ്ടാവും. മീനമാസത്തിൽ കുടുംബകലഹം, ധനനഷ്ടം എന്നിവയുണ്ടാകാം. മേടമാസത്തിൽ കർമ്മഗുണം, ധനധാന്യ സമൃദ്ധി എന്നിവയുണ്ടാവും. മേടമാസത്തിൽ കർമ്മ ഗുണം ഉണ്ടാവും, ധനധാന്യ പുഷ്ടിയും ഉണ്ടാവും. ഇടവമാസത്തിൽ കുടുംബ സുഖക്കുറവ് കിട്ടും. കുടുംബ സുഖക്കുറവായിരിക്കുള്ളൂ ഇടവമാസത്തിൽ. മനക്ലേശങ്ങൾ ഉണ്ടാകും, മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. മിഥുനമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ, രോഗ അരിഷ്ടതകൾ, മനോവിഷമങ്ങൾ എന്നിവ വന്നു ചേരും. കർക്കിടക മാസത്തിൽ വ്യാപാര വിജയം ഉണ്ടാവും, വ്യവഹാര വിജയം ഉണ്ടാവും. വ്യാപാര സംബന്ധമായ, കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും, കാര്യജയവും കാണുന്നുണ്ട്. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ചതയ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതു നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത്.